കേരളം. പർവ്വതങ്ങളും കടലും ചേർന്ന മനോഹര ഭൂമി. ദൈവത്തിന്റെ സ്വന്തം രാജ്യം. എന്നാൽ ഈ കേരളം ഒരിക്കൽ കടലിന്റെ അടിയിലായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. BC 5 മുതൽ 7 വരെ കേരളത്തിന്റെയും പാണ്ഡ്യദേശത്തിന്റെയും ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രരേഖകളില്ലാത്ത ആ ഇരുണ്ട കാലത്തെ നീണ്ടരാത്രി എന്നു വിളിക്കുന്നു. ആ നീണ്ടരാത്രിയുടെ അസ്തമയത്തിൽ കടലിന്റെ അടിത്തട്ടിൽ ഉള്ള മണ്ണിൽ എന്തോ വിചിത്രമായി സംഭവിച്ചു. കടൽ അതിശക്തമായി ക്ഷോഭിക്കുകയും തിരമാലകൾ ആഞ്ഞടിക്കുകയും ചെയ്തു. ആകാശം കടന്ന് ഒരു തീഗോളം കടലിൽ ശക്തമായി പതിച്ചു. അതോടെ പാണ്ഡ്യ നാട്ടിന്റെ തീരപ്രദേശത്ത് പുതിയൊരു കടലും കരയും പുനർജനിച്ചു. ആകാശത്തിൽ നിന്ന് പതിച്ച ആ തീഗോളത്തെപ്പറ്റി ഐതിഹ്യങ്ങൾ പറയുന്നത് പരശുരാമൻ കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ട് മഴു എറിഞ്ഞെന്നും അങ്ങനെ കടൽ പിന്മാറി കര ഉയർന്നുവന്നു കേരളം സൃഷ്ടിച്ചു എന്നാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെ ശാസ്ത്രം പറയുന്നത് മറ്റൊരു ഭാഷയിലാണ് എന്ന് മാത്രം. അത് ഒരു ഉൽക്കാപതനം ആയിരുന്നു. ആകാശത്തു നിന്നും ചീറിപ്പാഞ്ഞെത്തിയ ഒരു തീക്കല്ല് ഭൂമിയിലേക്ക് അതിഭയാനകമായി പതിച്ചു. അതിന്റെ സമ്മർദ്ദതരംഗം വനങ്ങൾ നിലംപരിശാക്കി. നദികൾ വഴിമാറി. പൊടിപടലങ്ങൾ ആകാശത്തേക്ക് പൊങ്ങി. പിന്നെ മൺമഴയായി പെയ്തിറങ്ങി. ശാസ്താംകോട്ട കായലിന്റെ കിഴക്കൻ തീരങ്ങൾ ഇന്നും അതിന്റെ മുറിവുകൾ ചുമന്നു നിൽക്കുന്നു. കല്ലിൽ വെട്ടിയതുപോലെ നിലനിൽക്കുന്ന തീരദേശം, അതിന്റെ അടിത്തട്ടിൽ തിളങ്ങുന്ന കരിമണൽ, അണുപ്രസരണം. പെരുമൻ ദുരന്തത്തിൽ തീവണ്ടി ബോഗികൾ ഉയർത്തിയപ്പോൾ രേഖപ്പെടുത്തിയ അണുസാന്നിധ്യം ആ പഴയ ആകാശമഴുവിന്റെ ഓർമ്മകളാണ്. ഉൽക്കഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടായതിന്റെ ബാക്കിപത്രം ആ കായലിന്റെ ആഴങ്ങളിൽ ഇന്നും ഉറങ്ങുന്നു. 1341 കേരളത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. തുടർന്ന് പെരിയാർ നദി അതിന്റെ പാത മാറി ഒഴുകി കൊടുങ്ങല്ലൂരിന്റെ തുറമുഖം ചെളിയിലാഴ്ത്തി കൊച്ചി എന്ന പുതിയ കടൽ പാത തുറന്നു. അത് കേരളത്തിന്റെ രണ്ടാം ജനനം ആയിരുന്നു. കടൽ പിന്മാറി വേമ്പനാട്ടുകായൽ പിറന്നു, തുരുത്തുകൾ ഉയർന്നു. കൊച്ചി, വൈപ്പിൻ എല്ലാം ആ മഹാപ്രളയത്തിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇക്കാലത്തും കൊച്ചി പട്ടണത്തിന്റെ മണ്ണിനടിയിൽ കണ്ടെത്തുന്ന പായ്ക്കപ്പലുകളുടെ നങ്കൂരങ്ങളും ആ മഹാപ്രളയങ്ങളുടെ നിശബ്ദ സാക്ഷികൾ. ഈ മലയാള മണ്ണ് ഒരിക്കൽ തീയും വെള്ളവും ചേർന്ന് പിറന്നതാണ്. മഹാദുരന്തങ്ങളും മഹാപ്രളയങ്ങളും കേരളത്തെ നശിപ്പിച്ചിട്ടില്ല, പകരം പുതുക്കിയെടുത്തതാണ്.